ഫെന്താനെ ആബിയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുക. 3 ഫൗണ്ടൻസ് ആബി എന്ന് അർത്ഥം. ഇത് ട്രാപ്പിസ്റ്റ് വൈദികരുടെ ഒരു സന്യാസ ആശ്രമമാണ്. ഇപ്പോൾ പുരാതന കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലനെ വധച്ഛേദത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായി പാർപ്പിച്ച ഇടമാണിത്. അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദനം നടത്തപ്പെട്ടപ്പോൾ പാരമ്പര്യ വിശ്വാസമനുസരിച്ച് ശിരസ് 3 ഇടങ്ങളിൽ തട്ടിയാണ് നിലത്ത് വീണത്. 3 ഇടങ്ങളിൽ നിന്നും ഒരു അരുവി ഒലിച്ചിറങ്ങുവാൻ തുടങ്ങിയത്രേ. 1950 വരെ ആ ഒഴുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്തിന് 3 അരുവികളുടെ ഇടം എന്ന് പേര്. ഇവിടുത്തെ ട്രാപ്പിസ്റ്റ് വൈദികരാണ് ആർച്ച് ബിഷപ്പുമാർക്ക് ധരിക്കുവാനുള്ള പാലിയം ഉണ്ടാക്കുന്നത്. ഇവിടെ അവർ വളർത്തുന്ന ചെമ്മരിയാടുകളുടെ രോമം കത്തിരിച്ചെടുത്താണ് പാലിയം ഉണ്ടാക്കുന്നത്. പാലിയം ധരിക്കപ്പെടുന്നത് സ്ഥാന ചിഹ്നമായിട്ടാണ് കരുതപ്പെടുക. ഇനി സെയിൻറ്റ് ആഗ്നസിൻ്റെ തിരുനാൾ ദിനമായ ജനുവരി 21-ാം തീയതി പാപ്പ വന്ന് ഈ ചെമ്മരിയാടുകളുടെ രോമം പ്രത്യേകമായിട്ട് ആശീർവദിക്കാറുണ്ട്. പൗലോസ് അപ്പോസ്തലൻ വലിച്ചിഴക്കപ്പെട്ട വഴിയിലൂടെ നമുക്ക് നടക്കാം. എന്നിട്ട് ധ്യാനപൂർവം രക്തസാക്ഷികളെക്കുറിച്ച് ചിന്തിക്കാം. ജീവിതം കൊണ്ടും മരണം കൊണ്ടും അവർ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചതിനെ ഓർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ നിസാരതയെക്കുറിച്ച് ഓർത്തും നമുക്ക് നടക്കാം. മൗനം പുതഞ്ഞു നിൽക്കുന്ന വഴികളിലൂടെ വലിയ ശാന്തതയുണ്ട്. രക്തസാക്ഷികളുടെ ഓർമ്മകൾ നമ്മിൽ നിറച്ചുകൊണ്ട് ഒരുപക്ഷെ പ്രകൃതി പോലും ശാന്തമായിരിക്കുന്നതാവാം. ഒരു ട്രാപ്പിസ്റ്റ് സന്യാസ ഭവനത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ പരിസരത്തിനുണ്ട്. വളരെ ലളിതമായ കെട്ടിട സമുച്ചയങ്ങൾ, വളരെ ലളിതമായ പള്ളികൾ, പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന ഉദ്യാനം, നടന്ന് ധ്യാനിക്കുവാനുള്ള ധാരാളം ഇടനാഴികൾ, ഇടവഴികൾ. ഏതൊരാശ്രമത്തിലെ ഏതൊരു വഴിയും ചെന്നു ചേരുന്നത് പള്ളിയിലാണ്. ഈ വഴിയും എത്തിച്ചേരുന്നത് പള്ളിയിൽ തന്നെയാണ്. നമുക്ക് മെല്ലെ ആ പള്ളിയിലേക്ക് പ്രവേശിക്കാം. കുറച്ച് ദൂരം നടന്നതുകൊണ്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ക്ഷീണമകറ്റുന്ന അഭയകൂടാരമായ പള്ളിയിലേക്ക് ചെന്ന് അല്പസമയം അവിടെ ഒന്നിരിക്കാം. ഞാൻ ക്രിസ്തുവിനു വേണ്ടി നല്ല ഓട്ടം പൂർത്തിയാക്കി എന്ന് ആത്മാഭിമാനത്തോടെ പറഞ്ഞ പൗലോസ് അപ്പോസ്തലന്റെ ശിരച്ഛേദനം നിർവഹിക്കപ്പെട്ടത് ഈ ഇടത്ത് വെച്ചാണ്. അദ്ദേഹത്തിന്റെ ശരീരം അടക്കം ചെയ്ത കല്ലറ ഇവിടെയായിരുന്നു. അതിന്റെ മുകളിലാണ് അൾത്താര ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശിരസ് വത്തിക്കാനിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. ഇവിടെ ഈ ഭൗതിക ശരീരത്തിനു മുമ്പിൽ നല്ല ഓട്ടം ഓടുന്നത് എങ്ങനെയെന്ന് ധ്യാനിച്ച് ഭക്തർ അണിനിരക്കുന്നു. പൗലോസ്ലീഹായെ ശിരച്ഛേദം നടത്തുന്നതിന് മുമ്പ് താൽക്കാലികമായി പാർപ്പിച്ച ജയിലറ ആണ് ഇത്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. താൽക്കാലികമായി പാർപ്പിച്ച ഈ ഇടത്തു നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയി ശിരച്ഛേദം നടത്തുകയായിരുന്നു.
പൗലോസ് അപ്പോസ്തലനെ ശിരച്ഛേദം ചെയ്ത സ്ഥലത്താണ് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത്. എന്തുകൊണ്ട് ബസിലിക്ക ഓഫ് സെയിന്റ് പോൾ ഔട്ട്സൈഡ് ദ വാൾസ് എന്ന വിചിത്രമായ പേര്? അതിന് കാരണമുണ്ട്. ഔറേലിയൻ വാളിന് പുറത്താണ് ഈ പള്ളി. എന്തുകൊണ്ട്? ഈ ഔറേലിയൻ വാളിന് പുറത്ത്, അതായത് നഗരത്തിന്റെ കവാടത്തിനപ്പുറത്താണ്. പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവരെയൊക്കെ അടക്കം ചെയ്തിരുന്നത് നഗര അതിർത്തിയിലായിരുന്നു, നഗര കവാടത്തിനും പുറത്ത്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനെ വധിക്കുവാൻ വേണ്ടി അവിടേക്കാണ് കൊണ്ടുവന്നത്. അദ്ദേഹം മെമർത്തയിൻ ജയിലിലായിരുന്നു. ഈ മെമർത്തയിൻ ജയിലിൽ നിന്ന് അങ്ങേയറ്റത്തെ കുപ്രസിദ്ധമായൊരു ജയിലായിരുന്നു. അവിടെ ഇരുട്ടും അതിഭയാനകമായ ഏകാന്തതയും തണുപ്പും ദുർഗന്ധവും ശ്വാസം എടുക്കുവാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അന്തരീക്ഷവും എല്ലാം സഹിച്ചാണ് കഴിഞ്ഞുകൂടുക. അവിടെ പത്രോസും പൗലോസും അടക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുക. ഓർത്തു നോക്കുക, ഇങ്ങനെ ഒരു ജയിലിൽ കിടക്കുമ്പോഴാണ് പിറ്റേ ദിവസം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട പത്രോസ് നിന്ന നിൽപ്പിൽ ഉറങ്ങിപ്പോയത്. അതാണ് അവരുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ഇവിടെ വെച്ച് പത്രോസ് ലീഹ ഒരു അത്ഭുത നീരുറവ സൃഷ്ടിച്ചെടുത്തെന്നും ജയിലിലുള്ള പടയാളികളെ മാമോദീസ മുക്കിയെന്നൊക്കെ പാരമ്പര്യ വിശ്വാസമുണ്ട്. പൗലോസ് ലീഹയുടെ ശിരസ് ഛേദിച്ച് കഴിഞ്ഞപ്പോൾ ഇത് 3 ഇടങ്ങളിലായിട്ട് തട്ടിത്തെറിക്കപ്പെട്ടു എന്നും ആ 3 ഇടങ്ങളിൽ നിന്നും 3 നീരുറവകൾ പൊട്ടിമുളച്ചുവെന്നും ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് 3 നീരുറവകളുടെ പള്ളിയെന്ന് ഈ പള്ളി അറിയപ്പെടുന്നുണ്ട്. ഈ പള്ളിക്കകത്തുള്ള യാത്ര സത്യത്തിൽ വിശ്വാസ തീവ്രതയുടെ യാത്രയാണ്. കാരണം ക്രിസ്തുവിനെ നശിപ്പിക്കുവാനും ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാനും വേണ്ടി പ്രതിജ്ഞാബദ്ധനായി ഓടി നടന്നിരുന്നൊരു മനുഷ്യനെ കർത്താവ് ഡമാസ്കസ് വീതിയിൽ തള്ളി താഴെയിട്ടു. അയാളുടെ ഈഗോ തെറിച്ചു വീണു. അയാൾ പിന്നെ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് വന്നു. ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ജീവിതം ക്രിസ്തു എത്രയെന്ന് പ്രഘോഷിച്ചുകൊണ്ട് കർത്താവിൽ ഞാൻ എന്നും ആനന്ദം കൊള്ളുന്നു, എന്നും ഞാൻ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഞാൻ നല്ല ഓട്ടം ഓടി പൂർത്തിയാക്കി എന്ന സമാശ്വാസത്തോടു കൂടി യാത്ര പൂർത്തിയാക്കിയ ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാം. ഈ വഴികളിലൂടെയുള്ള യാത്ര തന്നെ അങ്ങേയറ്റം ഭക്തി തീവ്രതയുടെ യാത്രയാണ്. 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കപ്പെടുന്ന പോർത്ത സാന്ത ഹോളി ഡോർ തുറന്ന് നമ്മളകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഏറ്റവും ഹോളിയായിട്ടുള്ള പരിശുദ്ധമായ അൾത്താരയിലെ അനുഭവങ്ങൾ നമ്മെ സ്പർശിക്കട്ടെ. റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മുദ്രയാണ് ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിസുന്ദരമായ അൾത്താരയും ചമയങ്ങളും പള്ളിയുടെ ഇടനാഴികളിലെല്ലാം വിശുദ്ധർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചുമർ ചിത്രങ്ങളായും തിരുസ്വരൂപങ്ങളായും വിശുദ്ധരുടെയും പാപ്പമാരുടെയും ഓർമ്മകൾ നിറയുന്നുണ്ട്. ഏറെ ശ്രദ്ധേയമായിട്ടുള്ള അൾത്താരയിലെ ഫ്രസ്കോ, ചുമർ ചിത്രങ്ങളും അതിസുന്ദരമായി അലങ്കരിച്ചിരിക്കുന്ന മേൽത്തട്ടിയും ഇത്രയൊക്കെ ആകർഷകമായിട്ട് ഇതിനെ ഒരുക്കുവാൻ അവർക്ക് സാധിച്ചത് എങ്ങനെയെന്ന് ആരും അമ്പരന്ന് പോകും. ഇറ്റാലിയൻ റിനൈസൻസ് ആർട്ടിൻ്റെ റിനൈസൻസ് കൂടി ആയിരുന്നല്ലോ. സെയിൻറ്റ് പോളിനെ ചങ്ങലക്കിട്ട സ്ഥലമായി ഇത് കരുതപ്പെടുന്നു. അന്നത്തെ അതേ ഭൂവിഭാഗം പ്രതലങ്ങൾ കൃത്യമായിട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസിനെ തളച്ചിട്ട ചങ്ങലയുടെ ഭാഗവും ദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പള്ളിക്കകം ചുറ്റി നടന്ന് ധ്യാനപൂർവം കണ്ട് അനുഭവിച്ച് ഹൃദയം നിറച്ച് ശാന്തതയോടുകൂടി ഞാനിവിടെ വന്നിരിക്കുന്നു. ദൈവമേ,
സെയിൻറ്റ് പോൾ പറഞ്ഞതുപോലെ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് എല്ലാം ക്രിസ്തുവാണ് എന്ന് പറയുവാൻ ഇനി എത്ര ദൂരം ഞാൻ താണ്ടണം? എനിക്കെല്ലാം കർത്താവാണെന്ന് ഏറ്റുപറയുവാൻ എത്ര ആഴമുള്ളതായി എൻ്റെ വിശ്വാസം മാറണം? കർത്താവിൽ എന്നും ആനന്ദിക്കുക എന്ന് പറയുവാൻ തക്ക വിധത്തിൽ എത്ര ദൃഢതരമായി എൻ്റെ വിശ്വാസത്തെ ഞാൻ മാറ്റണം? ദൈവം തുണക്കട്ടെ. ആമേൻ.